ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. യു കെയിൽ ഈ പറഞ്ഞ രൂപത്തിൽ പട്ടികളായി ഐഡന്റിഫൈ ചെയ്യുന്ന 10,000-ഓളം ആളുകളുണ്ട് അവരുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറഞ്ഞു. അവർ പിന്നെ എന്താ പറയുക മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇതുണ്ട്. അപ്പോൾ ഇത് എവിടെയും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് പച്ചയായ യാഥാർത്ഥ്യവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ആൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ട്രാൻസ്ഫോബിയ, ഇസ്ലാമോഫോബിയ ആൻഡ് ട്രാൻസ്ഫോബിയ. ഒരു കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റിയെ അംഗീകരിക്കാതിരിക്കുക എന്നത് ആ കമ്മ്യൂണിറ്റിയോട് ഒരു തരത്തിലുള്ള ഫോബിയ എക്സ്പ്രഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെയുള്ള കുറച്ച് ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരിക്കേണ്ടത് ഹിന്ദുക്കൾ മാത്രമാണ്. എന്നാൽ ചില അധിനിവേശങ്ങളുടെ ഫലമായി അവരിൽ ചിലർ മുസ്ലിമുകളായി മാറി. ഇവിടെ ഈ ചില ഹിന്ദുക്കളും അബ്ദുള്ള ബാസിലിനെ പോലെ ഒരു വിഭാഗത്തിന്റെ ഐഡന്റിറ്റിയെ അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫോബിയ അല്ലേ നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യം ഉയരുമ്പോഴുള്ള അബ്ദുള്ള ബാസിലിന്റെ മറുപടി എല്ലാം നമുക്കറിയാവുന്നതാണ്. ട്രാൻസ് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ടുന്ന ചികിത്സ നൽകണം, ഇതൊക്കെയാണ് അബ്ദുള്ള ബാസിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് ചില മുസ്ലിമുകളെ ഞങ്ങൾ വേണമെങ്കിൽ ചേർത്ത് പിടിക്കാമെന്നാണ് ഇവിടുത്തെ ചില ഹിന്ദുക്കളും പറയുന്നത്. പക്ഷേ ഞങ്ങൾ വഴി തടഞ്ഞെടുത്ത് ജയ് ശ്രീറാം പറയുമ്പോൾ നിങ്ങളും തിരിച്ചു പറഞ്ഞിരിക്കണം. ഞങ്ങൾ എപ്പോഴൊക്കെ പറയുന്നു അപ്പോഴെല്ലാം നിങ്ങൾ പാകിസ്ഥാൻ മുർദാബാദ് വിളിച്ചിരിക്കണം. അങ്ങനെ തങ്ങൾ പറയുന്ന ഹിന്ദുത്വ നോർമറ്റീവിനോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിമുകളെ ചേർത്ത് പിടിക്കണമെന്നാണ് ഇവിടുത്തെ ചില ഹിന്ദുത്വവാദികൾ പറയുന്നത്. ഇത് തന്നെയാണ് അബ്ദുള്ള ബാസിലും വന്നിരുന്ന് പറയാറുള്ളത്, തന്റെ ഹെട്രോസെക്ഷൽ നോർമറ്റീവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട്. അവർ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ രണ്ട് വിഭാഗക്കാരും പറയുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും ഇസ്ലാമോഫോബിക് ആയാൽ തീർന്നു പോകുന്ന ഒരു മൈനോറിറ്റി മതമാണ് ഇന്ത്യയിലെ മുസ്ലിംസ്. അതായത് ഇന്ത്യയിലെ മുസ്ലിംസ് മൊത്തം കൊല്ലപ്പെടും എന്നല്ല, അവർ തങ്ങളുടെ ഐഡന്റിറ്റിയെ മറച്ചു പിടിച്ച് ഭയത്തോടെ ഈ നാട്ടിൽ ജീവിക്കണം. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയിലെ മുസ്ലിം ഐഡന്റിറ്റിയുടെ അന്ത്യമാണ്. അതുപോലെ തന്നെയാണ് LGBTQ കമ്മ്യൂണിറ്റി, അവരും ഒരു മൈനോറിറ്റിയാണ്. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ ബാസിലിന് കഴിയും, രണ്ടാമത്തെ കാര്യം ബാസിലിന് മനസ്സിലാകത്തേ. ഒരു സൈഡിൽ ഒരു ഫോബിയെ എതിർക്കുകയും മറ്റൊരു സൈഡിൽ ഒരു ഫോബിയെ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അബ്ദുള്ള ബാസിൽ. പലരും പലതരത്തിൽ ഇവർക്ക് മറുപടി കൊടുത്തു, പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ അയാൾ ഒരു എംപത്തറ്റിക് അല്ലാത്ത മനുഷ്യനായതുകൊണ്ടാകാം മുകളിലെ മുസ്ലിം ഐഡന്റിറ്റി ക്രൈസിസ് ബാസിലിന് മനസ്സിലാകുന്നുണ്ട്. ബട്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെയോ ഹോമോസെക്ഷൽസിന്റെയോ ഐഡന്റിറ്റി ക്രൈസിസ് അയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർ പറഞ്ഞ മൃഗങ്ങളായി ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യർ എന്ന വാദത്തിന്റെ ഒരു ഇൻഡിപെൻഡന്റ് അനലൈസിസ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. ഒട്ടും എമ്പതിയില്ലാത്ത ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് യാതൊരു കാര്യവും. വിശേഷ പ്രചരണങ്ങൾ നമ്മളാൽ കഴിയുന്ന വിധം എതിർക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അബ്ദുള്ള ബാസിൽ പറഞ്ഞ കാര്യം ഡീബഗ് ചെയ്ത് അടുത്ത വീഡിയോ ചെയ്യുന്നത് ഇയാൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ചിന്തിച്ച് അതാണ് സത്യമെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം. വഹാബിസം എന്ന റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റിന്റെ ഇരയാവാം ഈ അബ്ദുള്ള ബാസിൽ എന്നറിയും. എന്തായിരുന്നാൽ തന്നെയും അദ്ദേഹത്തെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു.